CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഇപ്പം അവരുടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഘടകകക്ഷിയിലെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ മുൻ MLA ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് അവരുടെ എന്തോ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏക MLA എന്നാണ് ഞാൻ മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടി ആയിരുന്ന തെക്കൻ കേരളത്തിലെ LDF-ൻ്റെ പ്രമുഖനും പ്രബലനുമായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ആൻ്റണി രാജു. അല്ലാതെ വെറും സാധാരണ ഒരു MLA അല്ല. പക്ഷേ ഇതിൽ ഗോവിന്ദനും പിണറായിയും ഒക്കെ മറുപടി പറഞ്ഞ് വല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്തോ വലിയ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ ദൈവവിശ്വാസികളെ പറയുന്ന പോലെ ഏതാണ്ട് ശാപം കിട്ടിയതുപോലത്തെ ഒരു സ്ഥിതിയിലേക്കാണ് അയ്യപ്പ ശാപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഈ സമയത്ത് ഈ ഇലക്ഷന് മുമ്പ് വരേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതം ഏറെക്കുറെ ഇവിടെ അവസാനിക്കുന്നുണ്ട്. കാരണം MLA സ്ഥാനം അയോഗ്യമാക്കുന്നതൊപ്പം തന്നെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും അപ്രാപ്യമായ ഒരു കാര്യമായി മാറത്തില്ല നിയമപരമായി. അയാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടിയുടെ പ്രബലനായിട്ടുള്ള നേതാവായിരുന്നു. ഒരുപക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ 3.0 വന്നിരുന്നെങ്കിൽ വീണ്ടും വേണമെങ്കിൽ മന്ത്രിയാകുമെന്ന് വിചാരിച്ചിരുന്ന ആൾ. 1. 2, അയാളൊരു അഭിഭാഷകനാണ്. മനസ്സിലായി. ഇത് യഥാർത്ഥത്തിൽ ഈ അഭിഭാഷക മേഖലയ്ക്ക് പോലും ഒരു പാഠമായതെന്നാണ് ഞാൻ പറയുന്നത്. അഭിഭാഷകനായിരുന്ന ഇയാളാണ് ആ അടിവസ്ത്രം പിന്നെ മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് ഇത് അഭിഭാഷക മേഖലയ്ക്കും കൂടി ഒരു പാഠമാണ്. അതുകൊണ്ട് അഭിഭാഷകനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നിയമവ്യവസ്ഥയുടെ വലിപ്പം കൊണ്ട് ഈ വിഷയം വന്ന് 10-25 വർഷങ്ങൾക്ക് ശേഷവും ജയിലിലേക്ക് പോകുന്ന ഒരു അപൂർവ കാഴ്ച അതാണ് നമ്മൾ കാണുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ സംഭവമാണ്. ഒരു MLA ജയിലിലേക്ക് പോകുന്നത് ഇതുവരെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. അത് നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ശരിക്കും നീതിക്കും വേണ്ടിയൊക്കെ പോരാടുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നീതിക്കും ശരിക്കും വേണ്ടിയൊക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയ തോതിലുള്ള അവരുടെ മൊറാൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് വളരെ ആത്മധൈര്യം തരുന്നതാണ്. 2, ഇപ്പോൾ അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അയാൾക്കും ഇതൊരു വലിയ മൊറാൽ ബൂസ്റ്ററാണ്. മനസ്സിലായി. അതുകൊണ്ട് ഓൾ ഈസ് നോട്ട് ലോസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നല്ലോ, ഇനിയിപ്പോൾ എല്ലാം തീർന്നു, ഇനിയിപ്പോൾ ഒന്നുമില്ല, മാധ്യമരംഗത്താണെങ്കിൽ എല്ലാം തീർന്നു. അതല്ല. നമുക്ക് ദർ ഇസ് സംതിങ് ടു ലുക്ക് അപ്പോൺ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഞെളിഞ്ഞു നിന്ന് സമര പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു ചാലക ശക്തിയായി ഈ വിധി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.